ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊച്ചി എടപ്പള്ളിയിലുള്ള ഗ്രാൻഡ് മോളിന്റെ ഓപ്പോസിറ്റിലുള്ള ഫ്ലെയർ അൽ റഹ്മ എന്ന ബിൽഡിങ്ങിന്റെ താഴെയുള്ള ഒരു റെസ്റ്റോറന്റിലാണ്. അപ്പൊ ഇതാണ് ഫത്തൂഷ് ഗ്ലോബൽ ഡൈനർ. ഈ റെസ്റ്റോറന്റിന്റെ പേര് കേട്ട അന്ന് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന്. ഇവർക്ക് പുറത്തിരുന്ന് കഴിക്കാനുള്ള നല്ല കൂൾ ആൻഡ് കംഫി സ്പേസ് ഉണ്ട്. പക്ഷെ ചൂടായതുകൊണ്ട് ഉള്ളിലിരിക്കുന്നതായിരിക്കും നല്ലത്. ആഹാ, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആംബിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല സിമ്പിൾ വുഡൻ സീറ്റ്സ് ഒക്കെ ആയിട്ട് വളരെ നീറ്റ് ആൻഡ് ടൈഡി ഏരിയ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്നിടത്ത് നല്ല സിമ്പിൾ കുഷൻ സോഫ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. പിന്നെ ഒരു നീറ്റ് ആൻഡ് ടൈഡി വാഷ് ഏരിയ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഓപ്പൺ കിച്ചൺ ആണ്. അവിടെ നിന്നും പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന കൗണ്ടറാണ് ഈ കാണുന്നത്. എല്ലാം വളരെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റിംഗ് ആയാലും പിന്നെ ഇവിടുത്തെ പോട്ടഡ് പ്ലാന്റ്സ് ഒക്കെ ആയാലും വളരെ എലഗന്റ് ആൻഡ് പ്ലസന്റ് ഡൈനിങ് സ്പോട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ ഈ ലാർജ് വിൻഡോ പെയിന് അടുത്തുള്ള സീറ്റിൽ തന്നെ ഇരിക്കാം, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ആസ്വദിക്കാൻ. ഈ കാണുന്നത് ഇവരുടെ ബെസ്റ്റ് സെല്ലർ സിഗ്നേച്ചർ ഡിഷസ് ആണ്. ഇത് നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവരുടെ മെനു കണ്ടിട്ടോ ഓർഡർ ചെയ്യാവുന്നതാണ്. വളരെ നല്ല പ്രസന്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. കൂടുതലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അറബിക്, ടർക്കിഷ്, ലെബനീസ് ഡിഷസ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് കൂടാണ്ട് ഇവർക്ക് പലതരം ബെവറേജസ് ഉണ്ട്. ഇതൊക്കെ കണ്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നപ്പോ ഇവര് തന്നെയാണ് ഇവരുടെ കുറച്ച് പുതിയ ഡിഷസ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ആദ്യം വന്നത് ഈ ഒരു ടെംപ്റ്റിംഗ് ഐറ്റം ആണ്. പിന്നെ വന്നത് ഒരു തീ പാറുന്ന ഒരു സംഭവമാണ്. വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ലെബനീസ് ഹാഷ്വേ ചിക്കൻ റൈസ്. ഈ റേറ്റ് ആണ് വരുന്നത്. ഇവർക്ക് ഇതിൽ ബീഫ് ഓപ്ഷനും വരുന്നുണ്ട്. അപ്പൊ ഇത് ദം ചെയ്തെടുത്ത ഒരു ലോഡഡ് വൺ പോട്ട് റൈസ് ആണ് വരുന്നത്. ഈ പോട്ട് മൂടിയ റൊട്ടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രേഗ്രന്റ് അരോമയാണ് കിട്ടുന്നത്. അതായത് നല്ല മിഡിൽ ഈസ്റ്റേൺ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കിഡിലൻ അരോമ. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ഫ്ലേവേർഡ് പിലാഫ് റൈസ് ആണ്. അതിന്റെ കൂടെ റോസ്മേരി ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്, ചില്ലീസ് ഉണ്ട്. അപ്പൊ നല്ലൊരു കിഡിലൻ സ്പൈസി റൈസ് ആയിരിക്കും. അതിന്റെ കൂടെ പുൾഡ് ചിക്കൻ പീസസും കാണാം. പിന്നെ ഇതിന്റെ കൂടെ രണ്ടു തരം ഡിപ്പും തരുന്നുണ്ട്. ഇത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ അടുത്ത ഐറ്റം, അതായത് ഒരു കബാബ് ഐറ്റം, പിന്നെ ഇവരുടെ 3 ഡിഫറെന്റ് കളർഫുൾ ടെംപ്റ്റിംഗ് ഡ്രിങ്ക്സും വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അപ്പോ ഇവിടുത്തെ ഇതിന്റെ റൈസ് ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ഫ്ലേവേർഡ് റൈസ് ആണ്, നല്ല വെൽ കുക്ക്ഡ് റൈസ് ആണ്. അപ്പൊ ഇതിൽ ശ്രീരച്ച ഡിപ്പും വരുന്നുണ്ട്, തൗസൻഡ് ഐലൻഡ് ഡിപ്പും വരുന്നുണ്ട്. അത് രണ്ടും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല കിഡിലൻ റൈസ്. അതായത് ചെറുതായിട്ട് സ്പൈസിനെസ്സും ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ നല്ല അരോമാറ്റിക് സ്പൈസസിന്റെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഒരു കിഡിലൻ മസ്റ്റർ ഐറ്റം തന്നെയാണ്. പിന്നെ ഇത് കഴിച്ച് താഴ്ചപ്പോ ഇവരുടെ ഒരു മാംഗോ ജ്യൂസ് ആണ് പിന്നെ കുടിച്ചത്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി, സീസൺ ആയതുകൊണ്ട് നല്ല ഫ്രഷ് മാംഗോ ജ്യൂസ് ആയിരുന്നു. അടിപൊളി, നല്ല തിക്ക് ജ്യൂസ്. ഇതിന്റെ കൂടെ തന്നെ ഇവരുടെ ഒരു വാട്ടർമെലൺ ജ്യൂസും കൂടി ട്രൈ ചെയ്തു. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ഇതിനും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ഇതിന്നും ഒരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല തേഴ്സ്റ്റ് ക്വെഞ്ചിങ് വാട്ടർമെലൺ ജ്യൂസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ നേരത്തെ വന്ന ഒരു കബാബ് കോംബോ ഐറ്റം ആണ് ഇവരുടെ ഈ അദാന ബീഫ് ആൻഡ് ചിക്കൻ കബാബ്. അതിന്റെ കൂടെയും പിലാഫ് റൈസ് വരുന്നുണ്ട്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അണിയൻ സാലഡും വരുന്നുണ്ട്, ശ്രീരച്ച ഡിപ്പും വരുന്നുണ്ട്. നല്ല ടെംപ്റ്റിംഗ് കബാബ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ബീഫ് കബാബിൽ നിന്നും ഒരു പീസ് പൊട്ടിച്ച് ഇവരുടെ ശ്രീരച്ച ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. അയ്യോ, നല്ല ഫില്ലിംഗ് ഒക്കെ മിക്സ് ചെയ്ത് ഗ്രില്ല് ചെയ്തൊരു കിഡിലൻ കബാബ് തന്നെയാണ്. ഇതേപോലെ തന്നെ ഇവരുടെ ചിക്കൻ കബാബും കൂടി നമുക്ക് ഈ ശ്രീരച്ച ഡിപ്പിൽ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ചിക്കനും നല്ല ജ്യൂസി ചിക്കൻ കബാബാണ്. അപ്പൊ ഇനി നമുക്ക് കബാബ് എടുത്ത് പിലാഫ് റൈസും അണിയൻ സാലഡും കൂട്ടി ആ ശ്രീരച്ച സോസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. ശരിക്കും ഈ മീറ്റിന്റെ കൂടെ പിലാഫ് റൈസ് ഒരു കിഡിലൻ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ ഇതും കബാബ് ലവേഴ്സിന് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അടുത്തത് ട്രൈ ചെയ്തത് ഇവരുടെ ബ്ലൂ ലൈം ആണ്. ശരിക്കും ബ്ലൂ കുറാക്കാവ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഈ റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി, ഇതും നല്ല തേഴ്സ്റ്റ് ക്വെഞ്ചിങ് ഡ്രിങ്ക് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവസാനമായിട്ട്
കഴിക്കാൻ പോകുന്നത് ഇവരുടെ ആദ്യമായി എത്തിയ നല്ല കിഡിലൻ ടർക്കിഷ് മട്ടൺ ഷാങ്ക്സ് ആണ്. ഇതാണ് ഇവരുടെ പുതിയ ടെംപ്റ്റിംഗ് ബ്രാൻഡ് ന്യൂ ഡിഷ്. മട്ടൺ ആയതുകൊണ്ട് ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. ശരിക്കും നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാലൊക്കെ കാണുമ്പോൾ നല്ല സോഫ്റ്റ് മീറ്റ് ആയിരുന്നു. നല്ല തിക്ക് സ്റ്റിക്കി മാരിനേഷനും കൂടിയാണെന്ന് തോന്നുന്നു. അപ്പൊ മട്ടനും പിലാഫ് റൈസും അണിയൻ സാലഡും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, വിചാരിച്ചതുപോലെ തന്നെ നല്ലൊരു സെമി സ്പൈസി ആൻഡ് ടാൻജി ഫ്ലേവറിലുള്ള ഒരു മാരിനേഷൻ ആണ്. ശരിക്കും ഒരു അഡിക്റ്റീവ് ഫ്ലേവർ പോലെ ഫീൽ ചെയ്തു. നല്ല സോഫ്റ്റ് മീറ്റ്. അപ്പൊ മട്ടൺ ലവേഴ്സ് ഇത് എന്തായാലും മസ്റ്റ് ടൈം ട്രൈ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. വളരെ നല്ല ഫുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും കഴിച്ചത് പോരാ എന്ന് തോന്നിപ്പോയി, അത്രയ്ക്കും നല്ല ഫുഡായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല അറബിക്, ടർക്കിഷ്, ലെബനീസ് ഡിഷസ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല കിഡിലൻ സ്പോട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.